നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ പ്രസാദ് ഗോപിനാഥ് ജിയാണ്. അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെടുന്നത് കവി പ്രസാദ് എന്നാണ്. പ്രശസ്ത കവിയും ഗാനരചയിതാവും ഒരു മലയാള സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ചെയ്തതും അദ്ദേഹമാണ്. എല്ലാവർക്കും പരിചയമുണ്ടാവും. എന്ന മൂവിയുടെ കഥ അദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ നമുക്ക് അദ്ദേഹവുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാം. കവിതയാണോ ആദ്യമായി തുടങ്ങിയത്? കുട്ടിക്കാലത്തെ അതിന്റെ ശീലം? ശരിക്കും അറിയപ്പെടുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും അംഗീകാരം കിട്ടിയതും ഒക്കെ കവിത, ഗാനം അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്നും എനിക്കിപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കേട്ടോ, മുമ്പ് അത് തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പുറകോട്ട് ആലോചിക്കുമ്പോൾ ഗദ്യം തന്നെയായിരുന്നു നമ്മുടെ ഒരു ഏരിയ. കഥകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അങ്ങനത്തെ ആ ഒരു എഴുത്തിൻ്റെ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ശരിക്കും ഗദ്യം തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കവിതയും ചെയ്യും, പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ കവിതയുടെ ആ ഒരു ആംഗിൾ ആളുകൾ കുറവായത് കൊണ്ടോ അല്ലെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ടോ എന്താണെന്നറിയില്ല, അങ്ങനെയാണ് പുറമേക്ക് എല്ലാവരുടെയും ഒരു ഇത് അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ഒരു എനിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കഥകളും അതിൻ്റെ ഗദ്യമാണ് എൻ്റെ കുറച്ചും കൂടെ ഒരു സ്ട്രോങ്. സ്കൂൾ കാലഘട്ടം മുതൽ. ശരിക്കും ഇത് രണ്ട് കാലഘട്ടമാണ്. ശരിക്കും ഇപ്പോഴുള്ളതും പിന്നെ ആദ്യത്തെ നമ്മുടെ ബാല്യം. ഇതിന് ഇടയ്ക്ക് കുറെ കാലം എഴുത്തിൽ നിന്നെല്ലാം കംപ്ലീറ്റ് മാറിപ്പോയിരുന്നു. പഠനം എഞ്ചിനീയറിങ് ഇതാണ്. അപ്പോൾ എഞ്ചിനീയറിങ് കോളേജിൽ കയറി അന്ന് നിന്നതാണ് എഴുത്ത്. അതിനുമുമ്പ് സ്കൂൾ, കോളേജ്, അതിനുമുമ്പ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ വായനയൊക്കെ ഉണ്ടായിരുന്നു. വായന കുറച്ച് നമ്മൾ സാധാരണ ഒരു എഴുത്തുകാരെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അവർ പറയുന്ന അളവിലേക്കൊന്നും വായന ഉണ്ടായിരുന്നില്ല. അതിനുള്ള സാഹചര്യങ്ങളും അന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്യാവശ്യം വായിക്കുമായിരുന്നു. നമുക്ക് താല്പര്യമായിരുന്നു ഈ മലയാള സാഹിത്യം, കല, പിന്നെ അങ്ങനെ പൊതുവെ ഇഷ്ടമായിരുന്നു വായിക്കാനൊക്കെ. എഞ്ചിനീയറിംഗ് കോളേജിലെ കാലഘട്ടത്തിൽ പിന്നെ അത് വേറൊരു മൂഡാണല്ലോ. പിന്നെ അതിനുശേഷം പിന്നെ ജോലി കാര്യങ്ങൾ, പിന്നെ അങ്ങനെ നമ്മൾ വേറൊരു ഇതിലേക്ക് മാറി. പിന്നീട് ശരിക്കും 2020 കൊറോണ കാലഘട്ടം മുതലാണ് പിന്നെ വീണ്ടും എഴുത്തും അതിലോട്ടൊക്കെ തിരിച്ചു. വായനയും സത്യം പറഞ്ഞാൽ ഇപ്പം പിന്നെ അങ്ങനെ ഒരുപാട് സമയം കിട്ടാറില്ല. പക്ഷെ അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിന് ഇടയ്ക്ക് കുറെ കാലം ഒരു മൗന മലിനീകരണം എന്നൊക്കെ പറയുന്നത് ആയിരുന്നു. അത് എല്ലാവർക്കും അത് ബാധകമാണ്. തീർച്ചയായിട്ടും ഒരു രൂപപ്പെട്ട് വരാനായിട്ട്, ഒരു പൂമ്പാറ്റയായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് കൊക്കൂണിൽ കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളില് എന്നെ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരാണെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ ഒരു സംഭവം എന്നെ നിർബന്ധിച്ചതും. ഒരുപക്ഷെ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം, അവര് ഈ എന്താ പറയുക, കണ്ടെത്തുക എന്ന് പറയില്ല, എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുള്ളത് അവർക്ക് അറിയില്ല. അതെ ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിലായിരിക്കും എന്തോ അവര് അങ്ങനെ അത് ഇപ്പൊ എന്നെ നിർബന്ധിക്കുകയാണ് ചെയ്തത്. ആക്ച്വലി ആദ്യമൊക്കെ ടീച്ചർമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് അങ്ങനെ പിന്നെ കലോത്സവത്തിനൊക്കെ വിടാൻ തുടങ്ങി. അന്നത്തെ കാലത്താണെങ്കിൽ കുറച്ചുകൂടി ടീച്ചർമാരും തീർച്ചയായിട്ടും അവർക്കത് ശ്രദ്ധിക്കും, അവർ അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കും, ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും, നിർബന്ധിക്കും, ശാസിക്കും, അങ്ങനെയൊക്കെ. പിന്നെ തീർച്ചയായിട്ടും അവരാണത് തിരിച്ചറിയുകയും പിന്നെ ഞങ്ങൾ ജനിച്ചു വളർന്നത്, ഞാൻ ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് ജനിച്ചു വളർന്നത്. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ഇടയ്ക്ക് വീട്ടിലൊക്കെ വരുമ്പോൾ പറയും, ഇവിടെയൊക്കെ ജനിച്ചാൽ പിന്നെ എന്താണേലും കവിത വരുമല്ലോ എന്നുള്ള രീതിയിൽ. കാരണം പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പൊ നമ്മുടെ അമ്മ എന്നുള്ള മൂവിയുടെ ലൊക്കേഷൻ ശരിക്കും അവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തിന്റെ ഒരു അടുത്ത ചുറ്റുവട്ടത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊക്കെ സഹിച്ചിട്ടുണ്ടാവാം. കണ്ണത്താ ദൂരത്ത് കനവിന്റെ കനലുണ്ടേ, നീരറ്റ ചോലയിലെങ്ങോ കനിവിന്റെ. പിന്നീട് അന്നും ഈ പറഞ്ഞ പോലെ കഥയും കവിതകളും ഉണ്ടെങ്കിലും കവിത എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സംസ്ഥാന യുവജനോത്സവത്തിന് വരെ പങ്കെടുത്തായിരുന്നു. എനിക്കൊരു പ്രൈസ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പൊ അതെല്ലാം കവിതയായിരുന്നു. പിന്നെ വൈലോപ്പിള്ളി സ്മാരക ശ്രീരേഖ പുരസ്കാരം എന്ന് പറഞ്ഞ പുരസ്കാരമൊക്കെ കിട്ടി ആ സമയത്ത്. അതിനുശേഷം എഞ്ചിനീയറിങ്ങിന്റെ ആ സമയത്ത് ജോലി കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിന്നുപോയി. കൊറോണ സമയത്ത് നമ്മുടെ എല്ലാവരും ഒറ്റപ്പെട്ട് ലോക്കായിരുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് എന്താ പറയാ, ബോധപൂർവം തന്നെ നമ്മൾ എന്തെങ്കിലും വിരസത മാറ്റാനും, പിന്നെ മൊത്തത്തിൽ ഞങ്ങളൊക്കെ ഒരുപാട്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ നാട്ടിൻപുറത്ത് ജനിച്ച് വളരുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമ്മളങ്ങനെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, സോഷ്യൽ ഇന്ററാക്ഷൻസ് വളരെ കൂടുതലാണല്ലോ. അപ്പൊ കൊറോണ സമയത്താണ് അത് ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വല്ലാതെ ഒറ്റപ്പെടുന്ന പോലുള്ള അവസരം. വീടിനകത്ത് തന്നെ അടച്ചിരിക്കുക, വീട്ടിലുള്ളവരെ മാത്രം കാണുക. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാണ് പഴയ എഴുത്തിന് സമയവും കിട്ടി. ആ സമയത്ത് വർക്ക് ഫ്രം ഹോം ആയി.
അപ്പോൾ വീട്ടിലിരുന്ന് കുറേ സമയം കിട്ടി. അപ്പോൾ ഇങ്ങനെ പഴയതൊക്കെ പൊടി തട്ടിയെടുത്ത്, പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആകാശവാണിയായിട്ടൊരു കോണ്ടാക്ട് വന്നു. അപ്പോൾ ആകാശവാണിയിൽ അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന ഗാനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. മറ്റേ കവിതയും കഥയൊക്കെ തന്നെയായിരുന്നു. ആകാശവാണിയിലാകുമ്പോൾ അവിടെ ലളിത സംഗീത അതിനൊരു സാധ്യതകളുള്ള സ്ഥലമാണ്. അവിടെ വെച്ച് ചെറിയ ഗാനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. ലളിത ഗാനങ്ങൾക്ക് ആഖ്യാനം എഴുതുന്ന പരിപാടി, അതായത് ഘനശ്യാം എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമുണ്ട്. അപ്പം നമ്മളൊരു പാട്ടിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ആ പാട്ട് വരുന്നത്. അപ്പോൾ ഓരോ പാട്ടുകളെ കുറിച്ച് എഴുതണം. അപ്പം അത് എഴുതുന്ന അങ്ങനെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ വന്നു. അങ്ങനെ പതുക്കെ വന്നു. പിന്നെ കാപ്പി ചാനൽ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങി. അങ്ങനെ പിന്നെ സിനിമയിലോട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതെ. കാപ്പി ചാനലിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? എന്തൊക്കെയാണ് അതിന്റെ കാപ്പി ചാനലിൽ പ്രധാനമായിട്ട് പാട്ടുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മ്യൂസിക്കൽ ഇതെന്നുള്ള നിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് പലതും വന്നെങ്കിൽ തന്നെയും അപ്പോൾ നമ്മൾ എഴുതുന്ന പാട്ടുകൾ ആദ്യമൊക്കെ ഈ പറഞ്ഞാൽ ആകാശവാണിക്ക് വേണ്ടി കുറച്ചൊക്കെ എഴുതി. പക്ഷെ അതിനുശേഷം പിന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ളതിന് ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് തോന്നി. അഫ്സൽ യൂസഫ് മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹമായിട്ട് പരിചയം വന്നു. അപ്പോഴാണ് നമുക്ക് ഈ സ്പോട്ടിഫൈ പോലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലൊക്കെ പാട്ടിടാനുള്ളത്. പിന്നെ അപ്പൊ യൂട്യൂബ് ആ സമയത്തൊക്കെ ഇതാണ്. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് പാട്ടുകൾ അങ്ങനെ ചെയ്തിടാമെന്ന് തോന്നി. പിന്നെ അതൊരു ചാനലായി മാറി. അന്നൊന്നും സിനിമ ആദ്യമൊന്നും അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നില്ല, നമുക്ക് പ്രതീക്ഷിച്ചിരുന്നുമില്ല. പക്ഷെ പിന്നീട് സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു സ്വാഭാവിക പരിണാമം എന്നുള്ള നിലയ്ക്കാണ് സിനിമയിലേക്ക് വന്നത്. അത് ഓണമാണെന്നുള്ള പാട്ടൊക്കെ വന്നപ്പോൾ അവിടുന്ന് കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ട്. അങ്ങനെ സ്ലോലി ബിൽഡ് ചെയ്ത് വന്നതാണ്. എല്ലാവരുടെ സ്വപ്നം എന്ന് പറയുന്നത്. അതെ. സിനിമ സ്വപ്നമായിരുന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ്. ഇതൊരു സ്വാഭാവിക പരിണാമം പോലെ തോന്നും. അവിടേക്ക് എത്തിപ്പെടും എന്നുള്ളതും ഉണ്ടാവും. നമുക്ക് ഈ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സംഭവം എന്താണേലും എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായി എല്ലാ എഴുത്തുകാർക്കും അതുണ്ടല്ലോ. അപ്പൊ ഭാവനയാണല്ലോ. നമ്മൾ കവിത ആണെങ്കിലും കഥയാണെങ്കിലും നമ്മൾ ഇല്ലാത്ത ഒരു സംഭവത്തെ നമ്മൾ സങ്കല്പിക്കുകയാണല്ലോ. അപ്പൊ സിനിമയുടെയും ഒരു അടിസ്ഥാന സംഭവം അതാണ്. നമ്മളൊരു വിഷ്വൽ നമ്മളെ മനസ്സിൽ വന്നിട്ട് അതിൻ്റെ ഒരു സീക്വൻസ് വന്നിട്ട് അതിൻ്റെ അകത്തൊരു കഥ വന്ന് അങ്ങനെയാണല്ലോ. അപ്പൊ അതൊരു പക്ഷെ കവിത എഴുതുന്ന പോലെ അല്ല ഗാനരചന എന്ന് പറയുന്ന പോലെ, കഥ എഴുതുന്ന പോലെ അല്ല തിരക്കഥ സംഭാഷണം. ട്യൂണൊക്കെ ആദ്യമേ എഴുതി അങ്ങനെ ട്യൂൺ എഴുതി കിട്ടുമോ? പല രീതിയായിരുന്നു, പല രീതിയാണ്. ഇപ്പൊ കർക്കിടകത്തിൽ നമ്മുടെ അങ്ങനെ ആദ്യത്തെ പാട്ട് കർക്കിടകം എന്ന് പറഞ്ഞാൽ അഫ്സൽ യൂസഫായിട്ട് ചെയ്തൊരു സോങ്ങാണ്. അത് ഞാൻ വരികളാണ് ആദ്യം എഴുതിയത്. അഫ്സലാണ് പിന്നീട് അതിന് ഇണവിട്ടത്. ഓണമാണും അതുപോലെ തന്നെ വരികൾ എഴുതിയിട്ട് പിന്നെ വിദ്യാർമാഷ് ഈണം ചെയ്തതാണ്. പക്ഷെ പിന്നീടുള്ള പല സോങ്സും ഇപ്പോൾ കൂടുതൽ, ഇപ്പൊ സിനിമയിലൊക്കെ ആണെങ്കിൽ കൂടുതലും എനിക്ക് തോന്നുന്ന ഒരു 99% ഈ മ്യൂസിക്കാണ് ഫസ്റ്റ് വരുന്നത്. മ്യൂസിക് വന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ സംശയം ഉണ്ടായിരുന്നു, നമുക്കൊരു ഈണത്തിന് ഒപ്പിച്ച് എഴുതാൻ പറ്റുമോ. അപ്പൊ അതിന്റെ ചലഞ്ചസ് ഒത്തിരി ഉണ്ട്. നമ്മൾ ഈണം കറക്റ്റ് മാച്ചിങ് ആയിരിക്കണം, നമുക്ക് അത് മ്യൂസിക്കലായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ അതുപോലെ അർത്ഥം വേണം. ഇപ്പൊ ഒരു വാക്കിന്റെ അവസാനം ഒരു ദീർഘമാണെങ്കിൽ ഇപ്പൊ അവൻ ആണെങ്കിൽ നമുക്ക് നീട്ടാം, കുഴപ്പമില്ല. ഇന്നുള്ളത് നമുക്ക് നീട്ടാൻ പറ്റുന്ന. പക്ഷെ അവർ എന്നാണെങ്കിൽ അവർ നമുക്ക് ഇങ്ങനെ നീട്ടാൻ പറ്റില്ല, ഒട്ടും മ്യൂസിക്കലല്ല. അപ്പൊ എന്ന് പറയുന്നത് അതൊരു റെസ്ട്രിക്ഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒത്തിരി ഉണ്ട്. അർത്ഥം വേണം, കേൾക്കാൻ രസം ഉണ്ടാവണം, അതിനകത്തൊരു സാഹിത്യം കുറച്ചെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഗാനരചന ഭയങ്കര ചലഞ്ചിങ് ആണ്. ആൽബം സോങ്സിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് പോയി വരാം പ്രതീക്ഷയും തരാതെ പോയി നീ, നാം നടന്ന പാതകൾ വിമോഹമാണിനി. ആ വരികളിൽ തന്നെ ഒരുപാട് വേദനയുണ്ട്. അത് ഒരു വ്യത്യസ്തമായ വരികൾ എന്ന് പറയാം. അതിന്റെ ട്യൂണും അതുപോലെ തന്നെ നന്നായിട്ടുണ്ട്. ആ സോങ് എനിക്ക് എല്ലാത്തിനും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് പറയാൻ? ഭയങ്കര സന്തോഷമായി അതേ കുറിച്ച് ചോദിച്ചത്. കാരണം അത് പൊതുവെ അങ്ങനെ പരാമർശിക്കപ്പെടാറില്ലാത്തൊരു സോങ്ങാണ്. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സോങ്ങാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. നമുക്ക് നമ്മുടെ എല്ലാ പാട്ടുകളും നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും. പക്ഷെ ചിലതിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു. അതിൽ ഈണമാണ് ആദ്യം വന്നത്. അപ്പം അതിൽ സബ്ജക്റ്റ് ഒന്നും നമ്മൾ ഫിക്സ് ചെയ്തിരുന്നില്ല. ഞാൻ അഫ്സൽ യൂസഫും കൂടി ഒരു പാട്ട് നമുക്ക് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സിംഗർ ഉണ്ട് അപ്പോൾ ഇതൊരു പെൺകുട്ടി പാടുന്ന പാട്ടാണെന്ന് മാത്രം വന്നു. അഫ്സൽ ആദ്യം ഇങ്ങനെ താനന തനാനന ഇങ്ങനെ പാടിയിടുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി. അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ തരരി എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് ഇങ്ങനെ പാടിയിടും. നമ്മൾ അതിനനുസരിച്ചിട്ട് വരികളിലേക്ക് എത്തുക. അപ്പോൾ ഒരു സിനിമയാണെങ്കിൽ ഓൾറെഡി അതിനൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അവിടെ വിഷ്വൽസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള സോങ് ആണ്. അപ്പോൾ ഈണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എന്തും തീരുമാനിക്കാം. ആ ഈണത്തിന് മാച്ചിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ വരികൾ ചെയ്യാം. അപ്പോൾ ആകെപ്പാട് ഇതിനകത്ത് ഉണ്ടായിരുന്നത് പെൺകുട്ടിയാണ്, ഇതൊരു ഫീമെയിൽ സോങ് ആണെന്ന് മാത്രമേ ഫിക്സ് ചെയ്തിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഈണം കേട്ടപ്പോൾ അതിൻ്റെ അകത്ത് എവിടെയോ ഒരു വിഷാദഭാവം
എനിക്ക് ഫീൽ ചെയ്തു. അപ്പോ പ്രണയത്തിന്റെ ഒരു സംഭവം നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും. നമ്മൾ ഏതൊരു സോങ് ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുന്നതിന് പകരം ഒരു പ്രണയത്തിന്റെ ഒരു സംഭവം നമ്മൾ കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ എന്തെങ്കിലും റീച്ച് നമ്മൾ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ, അപ്പൊ ഇത് പ്രണയം പ്ലസ് ഒരു വിഷാദ ഭാവം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വിരഹം അല്ലെങ്കിൽ ഒരു പ്രണയ നഷ്ടം എന്നുള്ള രീതിയിലേക്ക് വന്നു. അങ്ങനെ വന്ന വരികൾ. പിന്നെ അതിനുശേഷം അത് വിഷ്വലിൽ ശരിക്കും നമ്മൾ ആ സിംഗറിനെ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തു എന്ന് മാത്രമല്ല, അതിൽ ഒരുപാട് ഒരു ആൽബം പോലെ നമ്മൾ ചെയ്തില്ല. പക്ഷെ അതിൽ ആ വരികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം. എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടാ അത് മറ്റുള്ളവരാണ് പറയുന്നത്, പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു കുറച്ചും കൂടെ എന്തെങ്കിലും നമുക്ക് തന്നെ ഒരു കുറച്ചും കൂടെ ഒരു സന്തോഷം വരുന്ന രീതിയിൽ, നമുക്കൊരു കോൺഫിഡൻസും ഒരു ആത്മവിശ്വാസവും ഒരു സന്തോഷവും ഒക്കെ വരുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഇമോഷൻസ് ഉള്ള ഒരു സംഭവം, അതായത് ഭയങ്കര കാഷ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ലാതെ എന്തെങ്കിലും ഒരു ഇമോഷൻ അതിൻ്റെ അകത്ത്, അതിപ്പോൾ സാഡ്നെസ് വേണമെന്നില്ല, ഹാപ്പിനെസ് ആണെങ്കിലും ഓക്കെ, പക്ഷെ ഒരു സ്പെസിഫിക് ഇമോഷൻ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വരികൾ വരും. ഇപ്പം എൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജനറൽ ആയിട്ട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അതൊരു ലിമിറ്റേഷൻ ആണ് ശരിക്കും. ഒരു ഗാനരചയിതാവിന് ഉണ്ടാവാൻ പാടില്ലാത്തൊരു പരിമിതിയാണ്. അപ്പൊ നമുക്കൊരു ഈണം തന്നു കഴിഞ്ഞ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റണം പെട്ടെന്ന്, അത് ക്വിക്കായിട്ട് വേണം തന്നെ. എനിക്ക് പക്ഷെ അത്ര പെട്ടെന്ന് വരില്ല. അപ്പൊ എന്തെങ്കിലും മീനിങ്, ഞാൻ എത്ര ശ്രമിച്ചാലും എന്തെങ്കിലും മീനിങ് ഫുൾ വരികളാണ് വരിക. കാരണം ഒരു ഇമേജറി എന്ന് പറയില്ലേ, നമുക്കൊരു ആ വരി വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പടം തെളിയണം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ എന്താണെങ്കിലും കനവായി നിലവായി മനസ്സിൽ തെളിയും, എന്തെങ്കിലുമൊക്കെ വെറുതെ കുറച്ച് വാക്കുകൾ മാത്രം കൂട്ടിച്ചേർത്താലും പാട്ടായി. പക്ഷെ എനിക്കത് ചില സമയത്ത് അങ്ങനെ വേണ്ടി വരും, അങ്ങനെ എഴുതേണ്ടി വരും. പക്ഷെ അത് കുറച്ച് പറ്റുന്നില്ല. ആത്മാവ് കുറവായിരിക്കും തന്നെയല്ല, ആ ഒരു ശൈലി എനിക്ക് വശമായിട്ടില്ല ഇതുവരെ. നമ്മൾ എന്തെഴുതിയാലും അതിൻ്റെ അകത്തൊരു കവിതയുണ്ട്, അത് പക്ഷേ റെസ്ട്രിക്ഷൻ ആണ്. അത് മനസ്സിലാക്കണം. അത് കവി എന്നുള്ള നിലയ്ക്ക് ഇത് നല്ലതാണ്, പക്ഷെ ഒരു ഗാനരചയിതാവ് എന്ന് പറയുമ്പം അതൊരു അപ്ലൈഡ് ആർട്ടാണ്. നമ്മളൊരു പ്യൂർലി ഒരു ആർട്ട് ഫോം അല്ല. ഒരു ഈണമുണ്ട്, ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ജെറി മൽദേവ് സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരാണ്. അത് തന്നെ ഇപ്പൊ തന്നാനന്നാനനാന എന്ന് എഴുതി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആ തന്നാനാന്ന് തന്നെ എഴുതണം. അത് ആനാനാന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഈണമുണ്ടായിരുന്നു. അപ്പൊ തന്താനത്താളവുമായി ഗതാനത്താരിയുമായി, അപ്പൊ അദ്ദേഹം പറയും ഇത്താന്ന് അവിടെ വന്നില്ലേ, അപ്പൊ അടുത്തതിന് ഇത്താ തന്നെ വരണം. അതൊന്നും നമ്മൾ മാറ്റി ഇപ്പാന്നാക്കൊണ്ട് താഴെ ഇപ്പ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കുറെ റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു കളരിയിലൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ. അതെ. അതല്ല, ഈ ആകാശവാണിയിൽ നിന്ന് കണക്ഷൻസ് ആണ്. ഇപ്പം വിദ്യാർ മാസ്റ്ററോട് വർക്ക് ചെയ്തു, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിനോട് വർക്ക് ചെയ്തു, നമ്മുടെ ജെറി മൽദേവ് സാറിനോട് വർക്ക് ചെയ്തു. തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കുമ്പം ഒരു അതെ ഒരു അതിശയമാണ്. അതെ ഓണമാണെന്നുള്ള പാട്ട് അദ്ദേഹം ആക്ച്വലി ട്രാക്ക് പാടിയതാണ് ആ സോങ്. എനിക്ക് ആക്ച്വലി അദ്ദേഹം തന്നെ പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ കഥാപാത്രത്തിന് യോജിച്ച ശബ്ദമാണ് അദ്ദേഹത്തിന്, മാത്രമല്ല ഏജ് കൊണ്ടൊക്കെ യോജിച്ചതാണ്. പക്ഷേ അതൊന്നും ഇല്ല, നമുക്ക് വേറെ ആളെ കൊണ്ട് പാടിക്കാം എന്നുള്ള രീതിയിൽ ട്രാക്ക് പാടി. എന്നിട്ട് ഞാൻ തന്നെ നിർബന്ധിച്ചു നമുക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതങ്ങ് ഉപയോഗിക്കുക ചെയ്തു. അതെ, അതിൻ്റെ ഒരു കഥയുണ്ട്. ഓണപ്പാട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചെയ്തു. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു എല്ലാ ഓണപ്പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാം. അപ്പം സാധാരണ ഓണപ്പാട്ട് എന്ന് പറയുമ്പം മാവേലി, പൂക്കളം, സന്തോഷം, ഇതൊക്കെയാണല്ലോ എല്ലാവരും പറയുന്ന, പുലികളി സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ആവാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അതായത് ഇതുവരെ വന്ന ഓണപ്പാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന്. രണ്ടാമത് വിചാരിച്ചത് എന്തെങ്കിലും നമ്മുടെ ഒരു ജീവിതമായിട്ട് ബന്ധമുള്ള, നമ്മള് ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾ ഒരു എന്താ പറയുക തൃശ്ശൂർ സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ പുലികളിയൊക്കെ ഒരുപക്ഷെ ജീവിതമായിട്ട് ബന്ധമുണ്ടാവും. പക്ഷെ സാധാരണ ഒരു മലയാളിയെ സംബന്ധിച്ച് നമ്മൾ ഈ കാണിക്കുന്ന പലതും ഇപ്പൊ യഥാർത്ഥ ജീവിതത്തിൽ ഇല്ല. ഈ പറയുന്ന മുണ്ടെടുക്കുന്നൊക്കെ വർഷത്തിൽ ഒരിക്കൽ മാത്രം മുണ്ടെടുക്കുന്ന ആ സമയത്താണ്. ഈ പൂക്കളമൊക്കെ ആണെങ്കിൽ അപൂർവമായിട്ട് മാത്രമാണ്. അപ്പം ഈ സത്യത്തിൽ നമ്മുടെ ലൈഫിൽ ഓണ സമയത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ മൂന്നാമത്തേത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ലളിത പദങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതാമെന്ന് വെച്ചിട്ടു. അപ്പൊ അതിൽ ഈ നോർമൽ ലൈഫിനെ കുറിച്ച് ആലോചിക്കും ഞാൻ വിചാരിച്ചു എന്താണ് എന്നെ സമയത്തുള്ള ഓണം എന്താണെന്ന് വെച്ചപ്പം എല്ലാ ഓണത്തിനും മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യം നാട്ടിൽ പോവുക, തറവാട്ടിൽ പോവുക, അച്ഛനമ്മ അടുത്ത് പോവുക എന്നുള്ളതാണ്. അപ്പം അത് ആ ഒരു പോയിന്റ് ഞാൻ എടുത്തു. അതായത് വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന, അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് ഓണം. അപ്പൊ അന്ന് പൂക്കളൊന്നും ഇട്ടില്ലെങ്കിൽ പോലും എല്ലാവരും ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു സന്തോഷം, ആ ഒരു ആംഗിളിൽ നിന്നാണ്
പിന്നെ ഇങ്ങനെ തിരിച്ചു. പക്ഷെ ഇന്നത്തെ റിയാലിറ്റി എന്താണ്, എല്ലാവരും വെളിയിലൊക്കെയാണ്, മക്കൾക്കൊന്നും ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ അച്ഛനെ ആലോചിച്ചിട്ടാണ് അത് എഴുതിയത്. അച്ഛൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിൽ നായകനായിട്ടല്ല, നായകന്റെ കൂട്ടുകാരനായിട്ട്. എൻ്റെ അച്ഛൻ ഇപ്പം മരിച്ചുപോയി, 2022 മരിച്ചുപോയി. 2020 ഈ ഇത് വരുന്നത്. അപ്പൊ അങ്ങനെ വന്നൊരു സാധനമാണ്. അപ്പൊ നമ്മൾ ഈ റിയൽ ലൈഫുമായിട്ട് കണക്ട് ആകുമ്പോൾ നാച്ചുറലി കുറച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു നന്നാകും. അത് എന്താ പറയുക, നമ്മളൊരു പ്ലാസ്റ്റിക് പൂ ഉണ്ടാക്കുന്നതും ഒരു ഒറിജിനൽ പൂ വിരിയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഒരുപക്ഷെ കാണാൻ പ്ലാസ്റ്റിക് പൂ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നല്ല കളർ ഉണ്ടാവും, പക്ഷെ അതിന് ആ ഒരു മാർദ്ദവും ഉണ്ടാവില്ല, മണവും ഉണ്ടാവില്ല, ജീവനില്ലാത്ത ഒരു ഇത് വരും. അതാണ് കറന്റ്ലി ഉള്ള സംരംഭം ഇത് അമ്മ എന്നുള്ള മൂവി. അമ്മ എന്നുള്ള പേര് തന്നെ ഒരു വ്യത്യസ്തമാണ്. അതായത് മലയാള അക്ഷരങ്ങൾ കൊണ്ട് അമ്മ തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി ഞാൻ കണ്ടു സാറിന്റെ പോസ്റ്റില് മലയാള പുരസ്കാരം, അതിനെ പറ്റിയൊന്ന് പറയാമോ? അത് എന്നുള്ള ശരിക്കും ഈ പടത്തിന്റെ തീം മാതൃത്വം എന്നുള്ളതാണ്, മാതൃത്വമാണ്. അപ്പൊ നമുക്ക് അമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും സംഭവം വരണം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആലോചിച്ച പല പേരുകളും വേണ്ടത്ര അങ്ങോട്ട് വർക്കായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് പേരുകൾ ആലോചിച്ചു, ഒത്തിരി പേരുകൾ. ആ സ്ഥലപ്പേര് വെച്ചിട്ട് കവന്ത എന്നുള്ള പേര് ആലോചിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊന്നും അങ്ങ് പൂർണ്ണമായിട്ട് മാച്ചാകുന്നില്ല. പിന്നെയാണ് ഈ 2 പേര് വന്നത്. അപ്പൊ ഇത് ആർക്കും വേണ്ടാത്ത അക്ഷരമാലയുടെ പ്രധാന ഭാഗമാണെങ്കിൽ ആർക്കും വേണ്ടാത്ത 2 അക്ഷരം, അവസാനത്തെ അക്ഷരം, എന്നാൽ ചേർത്ത് വായിക്കും അമ്മ എന്ന് വരുന്നു. പിന്നെ സംസാരിക്കാൻ ഒരു സംസാര വൈകല്യമുള്ളൊരു കുട്ടി അമ്മ എന്ന് പറയുന്നത് പോലുള്ളൊരു ഫീല്, അതെല്ലാം കൂടെ അങ്ങനെ എല്ലാം കൂടെ കൂടി ചേർത്താണ് വെച്ചത്. പേര് പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സഹായിച്ചതുപോലെ തന്നെ ആ പേര് പ്രശ്നവുമായിട്ടുണ്ട്. ടെക്നിക്കൽ ആംഗിൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു SEO ആംഗിൾ ചിന്തിച്ചാൽ ഈ ഒരു പേര് ഇപ്പൊ ഇംഗ്ലീഷ് വരുമ്പോൾ AMAH എന്നാണ്. അപ്പൊ അമ്മ എന്നുള്ള പേര് എങ്ങനെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമുക്കതൊരു ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, ഇതെല്ലാം ഏത് പേരുമായിട്ട് അറ്റാച്ച് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ പോകുമ്പോഴാണ് കുഴപ്പമില്ല. ഇൻസൈഡ് കേരള ആണെങ്കിൽ പോലും നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പൊ AMAH എന്നിടത്ത് എഴുതി വെച്ചിട്ട് എന്തോ അബ്രിവിയേഷൻ ആണെന്ന് വിചാരിക്കും. മാത്രമല്ല ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇത് വായിക്കില്ല, അല്ലെങ്കിൽ മലയാളത്തിനോടൊപ്പം ചേർത്ത് വരും. പിന്നെ ഒരു ഘട്ടം എത്തുമ്പം ഇതിങ്ങനെ ഇറങ്ങേണ്ട ഒരു പടമാണെന്ന് അങ്ങ് തീരുമാനിക്കപ്പെടും. അങ്ങനെ ഒക്കെ സംഭവിച്ചു പോകുന്നതാണ്, ഈ പേര് ഉൾപ്പെടെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ മലയാള പുരസ്കാരം എന്നുള്ളത് കിട്ടിയത് അത് സിനിമയുടെ മാത്രമുള്ള ഒരു പുരസ്കാരമല്ല, അത് മലയാള ഭാഷ ഉദ്ധരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പുരസ്കാര സമിതിയുണ്ട്, അവർ വർഷങ്ങളായിട്ട് കൊടുക്കുന്നതാണ്. അത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ വർഷത്തെ അതിങ്ങനെ ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള മലയാള കൊല്ലവർഷമാണ് നോക്കുന്നത്. കഴിഞ്ഞ കൊല്ലവർഷത്തിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതെ സന്തോഷം. ഇതെല്ലാം നമുക്ക് സന്തോഷവും ഉത്തരവാദിത്വവും കൂടിയാണ് ഇത് തരുന്നത്. നമ്മളപ്പം കുറച്ചും കൂടെ നമ്മൾ റെസ്പോൺസിബിൾ ആവണം. അടുത്ത മൂവി കുറച്ചുകൂടെ നന്നാക്കണം, നമുക്ക് അടുത്ത മൂവി ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് നന്നാക്കണം. അങ്ങനെ അതെ അതാണ് എത്തിക്കണം. അതെ.